ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റംഷാദ് വോയിസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതേ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് RRB അതുപോലെ SSC എക്സാമുകളൊക്കെ ചോദിക്കുന്ന ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന് പറയുന്ന ഭാഗത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വെൻ ഡയഗ്രം. അപ്പോൾ വെൻ ഡയഗ്രം വളരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക് വരെ ഈ ഒരു ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാം. SSC എക്സാമുകളിലൊക്കെ 5 മാർക്കിന് വരെ ഒരു പിക്ചർ, ഒരു ഡയഗ്രം തന്നിട്ട് 5 മാർക്കിന് വരെ ആ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക്, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും ഇനി റെയിൽവേ എക്സാം ആണ് അടുത്ത് വരുന്നത്. അതുപോലെ SSC പോലീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സെക്രട്ടറി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും ഇനി ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഇതൊക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ എല്ലാ എക്സാം എഴുതുന്നത് RRB ഗ്രൂപ്പ് ഡി എഴുതുന്ന എക്സാം ഫ്രണ്ട്സിലേക്കും, അതുപോലെ SSC എക്സാം എഴുതുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് PSCകൾ പരീക്ഷയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം. മൈ നെയിം ഈസ് റംഷാദ്. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ വ്ളോഗ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻസ് അത് എന്താണ് വെൻ ഡയഗ്രം? വെൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിനെ സൂചിപ്പിക്കാനാണ്. നമുക്ക് സെറ്റുകൾ രണ്ടായി തിരിക്കാം. ഒന്ന് യൂണിവേഴ്സൽ സെറ്റ്, അതുപോലെ സബ് സെറ്റ്. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോളേജ് ഉണ്ടെങ്കിൽ ആ കോളേജിൽ പലതരം കോഴ്സുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പലതരം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ഇപ്പോൾ സയൻസ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ കൊമേഴ്സ്, ഹ്യൂമാനിറ്റിക്സ് എന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ കോളേജിനെ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. ആ കോളേജിന് ആ യൂണിവേഴ്സിറ്റി സെറ്റിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? സൂചിപ്പിക്കുന്നത് സ്ക്വയർ ആയിട്ടാണ് സൂചിപ്പിക്കുക. നമ്മൾ റൗണ്ട്, സർക്കിളായി സൂചിപ്പിക്കുന്നത് സബ്സെറ്റുകളാണ് സർക്കിളായി സൂചിപ്പിക്കുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഫിഗർ ഗിവൺ ബിലോ consists of 3 intersecting circles which represent a set of players who play tennis, badminton and kabaddi. Each region in a figure is represented by numbers. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കുറച്ച് കളിക്കാരെ എണ്ണം തന്നിട്ടുണ്ട്, നമ്പേഴ്സ് തന്നിരിക്കുന്നത്. കുറച്ചാളുകൾ ടെന്നീസ് കളിക്കും, കുറച്ചാളുകൾ ബാഡ്മിൻ്റൺ കളിക്കും, കുറച്ചാളുകൾ കബഡിയും കളിക്കും. ഇത് 3 കളിക്കുന്ന ആളുകളുണ്ട്, 2 വീതം കളിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ഫിഗേഴ്സിൽ നമുക്ക് നോക്കാം. ഇങ്ങനെ തന്നിട്ട് നമ്മോട് പറയും കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇതിനോടനുബന്ധിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. ആ ക്വസ്റ്റ്യൻസിന് നമ്മൾ കറക്റ്റായിട്ട് ആൻസർ കൊടുക്കുക. അതാണ് വെൻ ഡയഗ്രത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ടെന്നീസ് മാത്രം കളിക്കുന്ന ആളുകൾ എത്രയാണ്? അത് 20 ആളുകളാണ്, ടെന്നീസ് മാത്രം കളിക്കുന്ന ആളുകൾ. പിന്നെ ബാഡ്മിൻ്റൺ മാത്രം കളിക്കുന്ന ആളുകൾ 26 ആണ്. അതുപോലെ കബഡി മാത്രം കളിക്കുന്ന ആളുകൾ എത്രയാണ്? അത് 18 ആളുകളാണ്. നമ്മോട് ചോദിക്കുകയാണ് ടെന്നീസും അതുപോലെ കബഡിയും കളിക്കുന്ന ആളുകൾ എത്രയും ചോദിച്ചാൽ എങ്ങനെയാണ്? ടെന്നീസും കബഡിയും കളിക്കുന്ന ആളുകൾ എത്രയും ചോദിച്ചാൽ ഇവിടെ 20 ഉണ്ട്. അതുപോലെ 5, 10, 18 അങ്ങനെ ചോദിക്കുക. അതുപോലെ ഇത് 3 കളിക്കുന്ന ആളുകൾ എത്രയും ചോദിക്കുക? അതുപോലെ 2 എണ്ണം. ഇപ്പോൾ അല്ലെങ്കിൽ ടെന്നീസും കബഡിയും കളിക്കുന്നവർ പക്ഷെ ബാഡ്മിൻ്റൺ കളിക്കാത്ത ആളുകൾ കളിക്കുന്നവർ ഉൾപ്പെടുത്താനും പാടില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്കിവിടെ 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്? ഇപ്പം എങ്ങനെയാണ് ചോദിക്കുക? ഹൗ മെനി പ്ലേയേഴ്സ് പ്ലേ കബഡി? കബഡി കളിക്കുന്ന എത്ര ആളുകളുണ്ട്? കബഡി കളിക്കുന്ന എത്ര ആളുകളുള്ളത്? ഇവിടെ നോക്കുക. നമ്മൾ എത്ര ആളുകളാണ്? 18 ആളുകൾ കബഡി കളിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു സർക്കിൾ വരുന്ന ഭാഗങ്ങൾ അവിടുത്തെ എമൗണ്ടൊക്കെ നമുക്ക് കൂട്ടണം. അവിടുത്തെ സംഖ്യകളൊക്കെ കൂട്ടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. ഇവിടെ ഒരു 10 ആളുകളുണ്ട്, +10. ഇവിടെ 5 ആളുകളുണ്ട്, +5. ഇവിടെ ഒരു 15 ആളുകളുണ്ട്, +15 കൂട്ടാം. അപ്പോൾ എത്രയാണ്? 10, ഇവിടെ 25, 30, 40, 48. അപ്പോൾ 48 ആളുകളാണ് കബഡി മാത്രം കളിക്കുന്നത്. നമ്മുടെ ഹൗ മെനി പ്ലേയേഴ്സ് പ്ലേ കബഡി നമ്മോട് ചോദിച്ചിട്ടില്ല. കബഡി മാത്രം കളിക്കുന്നതല്ല, കബഡി എത്ര ആൾ കളിക്കും ചോദിക്കുന്നത്. കബഡി കളിക്കുന്നവർ തന്നെ ടെന്നീസും കളിക്കുന്ന ആളുകളുണ്ടാവും. അത് നമുക്ക് നോക്കണ്ട. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, സെപ്പറേറ്റ് ചോദിക്കുകയാണെങ്കിൽ പറയും കബഡി മാത്രം കളിക്കുന്ന ആളുകൾ എത്ര ചോദിച്ചാൽ അത് 18 ആളുകളാണ്. കബഡി കളിക്കുന്ന ആളുകൾ എത്ര ചോദിച്ചാൽ 18 + 10 + 5 + 15. അത് 4 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എത്രയാണ്? മൊത്തം 48 കുട്ടികളാണ്, 48 ആളുകളാണ് കബഡി കളിക്കുന്നത്. ഇനി വേറെ ചോദ്യം, ഇതിൽ നിന്നും വേറെ ചോദ്യം ചോദിക്കാം. വിച്ച് നമ്പർ റെപ്രസെന്റ് ദ സെറ്റ് ഓഫ് പ്ലേയേഴ്സ് ഹു പ്ലേ ഓൺലി ടെന്നീസ്? ടെന്നീസ് മാത്രം കളിക്കുന്ന ആളുകൾ എത്ര ഉണ്ട്? ഇവിടെ നോക്കുക. ഇവിടെ ഈ സർക്കിള്, ഇവിടെ ഈ ബാഡ്മിൻ്റനും വന്നിട്ടുണ്ട്, അതുപോലെ കബഡിയും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ടെന്നീസ് മാത്രം കളിക്കുന്ന ആളുകൾ എത്രയാണ്? അവിടെ 20 വരുന്നത്. അപ്പോൾ 20 കുട്ടികളാണ്, 20 ആളുകളാണ് ടെന്നീസ് മാത്രം കളിക്കുന്ന ആളുകൾ. ഇനി വേറെ വിഷയം നോക്കാം. ഇതന്നെ which number represented to the set of players who play both tennis and badminton but not kabaddi? ടെന്നീസും ബാഡ്മിൻ്റണും കളിക്കുന്ന ആളുകൾ പക്ഷേ കബഡി കളിക്കാത്ത ആളുകൾ എത്ര ഉണ്ട്?
കബഡി കളിക്കുന്നവർ ഉൾപ്പെടുത്താൻ പാടില്ല, ടെന്നീസും ബാഡ്മിൻ്റൺ മാത്രം കളിക്കുന്ന ആളുകൾ ഉൾപ്പെടുത്തണം. ഇപ്പോൾ ഇവിടെ എത്രയാണ് 12 ടെന്നീസും കബഡിയും കളിക്കുന്ന ആളുകൾ എത്ര ആളുകളുണ്ട്? പക്ഷെ ആ രണ്ടാളുകളെയും അവരെ എന്താക്കാൻ പാടില്ല, ഇവിടെ ബാഡ്മിൻ്റൺ കളിക്കുന്ന കബഡി കളിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്താൻ പാടില്ല, ടെന്നീസും ബാഡ്മിൻ്റൺ മാത്രം കളിക്കുന്ന ആളുകൾ മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ എത്രയാണ് 12 ആളുകളാണ് ഇവിടെ അത് മാത്രം കളിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം അങ്ങനെ നോക്കുകയാണെങ്കിൽ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഗെയിം ഈസ് പ്ലേഡ് ബൈ ലീസ്റ്റ് നമ്പർ ഓഫ് പ്ലെയേഴ്സ്? ഏറ്റവും കുറച്ച് ആളുകൾ മാത്രം കളിക്കുന്ന ഇതേതാണ് ഗെയിം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും കുറച്ച് ആളുകൾ മാത്രം കളിക്കുന്ന ഗെയിം ഏതാണ്? ഇവിടെ നോക്കുക, എല്ലാം നമ്മൾ നോക്കാം ഏതാ കളിക്കുന്നുണ്ട്. ടെന്നീസ് കളിക്കുന്ന 20, 12, 5, 10 അത്ര കൂട്ടുക നമുക്ക് നോക്കാം. 47 അല്ല വരുന്നത്. 20, 32, 42, 47. ഇനി നമുക്ക് ബാഡ്മിൻ്റൺ നോക്കാം. 26, 12, 5, 15 അതെത്രയാണ്? 20, 32, 48 വരുന്നുണ്ട്. ഇനി ഇവിടെ നോക്കാം. കബഡി കളിക്കുന്ന ആളുകൾ 18, 10, 5, 15, 20, 35, 45, 58 വരുന്നുണ്ട്. 10, 20, 30. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. അപ്പോൾ ഏറ്റവും കുറച്ച് ആളുകൾ കളിക്കുന്ന ആളുകൾ ഏതാണ്? കാറ്റഗറി ഏതാണ്? ടെന്നീസാണ് ഏറ്റവും കുറച്ച് ആളുകൾ കളിക്കുന്നത്. അപ്പോൾ ടെന്നീസാണ് ഇതിന് ഉത്തരം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആ ഒരു ഒറ്റ ഭാഗത്തു നിന്ന് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത്. SSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്തരം 4, 5 മാർക്ക് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാം. എങ്ങനെ ചോദിക്കുകയാണെങ്കിൽ 5 മാർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് കൊടുക്കുക താഴെ. ക്വസ്റ്റ്യൻ ഇതാണ്. From the information given below, find out the numbers of people who do not read any newspaper. കുറച്ച് ന്യൂസ് പേപ്പറിൻ്റെ റീഡ് ചെയ്യുന്നവരുടെ എണ്ണം ഉണ്ട്. അതിപ്പോൾ ഇങ്ങനെയാണ്. 2 ന്യൂസ് പേപ്പർ എന്തുകൊണ്ട് അതുപോലെ ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ട്. 2 ന്യൂസ് പേപ്പറാണ്. 2 ന്യൂസ് പേപ്പറും അത് തന്നിട്ടുള്ള കുറച്ച് സംഖ്യകളുണ്ട്. അത് റീഡ് ചെയ്യുന്നവരെ കുറച്ച് സംഖ്യകളുണ്ട്. ആ സംഖ്യകളിൽ എന്താണ് 2 ന്യൂസ് പേപ്പർ വായിക്കാത്തവർ എത്ര ആളുകളുണ്ട്? ഈ ഒരു തന്നിട്ടുള്ള ഈ ഒരു വെൻ ഡയഗ്രത്തിൽ എന്താ പറയുക, ന്യൂസ് പേപ്പർ വായിക്കാത്ത എത്ര ആളുകളുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് ഉത്തരം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ലൈവ് ക്ലാസ് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. നമുക്ക് ലൈവ് ക്ലാസ്സിലൊക്കെ ഇത് ഉൾപ്പെടുത്തിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിന് അടുപ്പിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഈ ഭാഗത്ത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തുടർച്ചയായ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.